വെച്ച് കഴിഞ്ഞു. ഗബ്രിയേലും മഹാദേവികാടും നടുഭാഗവും കാരിച്ചാലും വിശേഷങ്ങൾ പങ്കിടുവാൻ ഒരു ദിവസം പറയുന്നു. നന്ദി ശ്രീ ഹരികുമാർ വാലത്ത്. 64ാമത് നെഹ്റു ട്രോഫി ആർക്ക് എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ഫൈനൽ മത്സരം, ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ ഗബ്രിയേൽ വള്ളം, അച്ഛൻ കുഞ്ഞ് 3 വരിക്കൽ നേതൃത്വം നൽകുന്ന UBC കൈനഗിരി തുടങ്ങുന്ന ഗബ്രിയേൽ വള്ളം ഒന്നാമത്തെ ട്രാക്കിലൂടെ കണ്ടുവരുമ്പോൾ മഹാദേവികാട് കാട്ടിൽ തെക്കേതിൽ വള്ളം ബിജോയ് സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ PVC പുന്നവിടെ തുടങ്ങി രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു. മൂന്നാമത്തെ ട്രാക്കിൽ കടന്നുവരുന്നത് നടുഭാഗം വള്ളം KR ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ബോട്ട് ഇടത്തുവാക്കാർ തുടങ്ങി നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുമ്പോൾ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നത് കാരിച്ചാൽ വള്ളം ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് ബോട്ട് കുമരകംകാരി തുടങ്ങി കാരിച്ചാൽ വള്ളം നാലാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു. വള്ളംകളിയിൽ നെഹ്റു ട്രോഫിയിൽ ഇടം പ്രഥമമായി സമയത്തിന്റെ ഏറ്റവും കുറച്ച് സമയമെടുത്തുകൊണ്ട് ഫൈനലിൽ അല്ലെങ്കിൽ ഹീറ്റ്സിൽ മത്സരവേദി പിന്നിട്ട കളിവള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തുടങ്ങിയ ഈ മത്സരത്തിൽ നടക്കുന്ന ഈ മത്സരത്തിൽ 3ഉം 4ഉം ഹീറ്റ്സിൽ പങ്കെടുത്ത വള്ളങ്ങൾ മാത്രമാണ് ഈ ഫൈനലിൽ മത്സരിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയാണ് ഈ വർഷമുള്ളത്. പണ്ടാണെങ്കിൽ ഈ കഴിഞ്ഞ 63 വർഷങ്ങൾ അല്ലെങ്കിൽ 62 വർഷങ്ങളിലും ഓരോ ഹീറ്റ്സിലും ഒന്നാമതെത്തുന്ന വള്ളങ്ങൾ തമ്മിലായിരുന്നു ഫൈനലിൽ മാറ്റിവെച്ചതെങ്കിൽ ഇക്കുറി മത്സരിക്കുന്നത് 3ഉം 4ഉം ഹീറ്റ്സിലെ 1ഉം 2 സ്ഥാനക്കാർ തമ്മിൽ മത്സരിക്കുന്നു. ഗബ്രിയേൽ ഒന്നാമത്തെ ട്രാക്കിലൂടെ മത്സരിക്കുമ്പോൾ മഹാദേവകാട് കാട്ടിൽ തെക്കേതിൽ രണ്ടാമത്തെ ട്രാക്കിൽ മത്സരിക്കുന്നു. നടുഭാഗം മൂന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ നാലാമത്തെ ട്രാക്കിൽ. പേരും പെരുമയിലുള്ള ക്ലബ്ബുകളായ കാരിച്ചാലിന്റെ കുമരകം ബോട്ട് ക്ലബും അതുപോലെ UBC കൈനഗരിയും പരസ്പര വൈരികളായ 2 ക്ലബ്ബുകൾ. അവര് മത്സരിക്കുന്നു ഒന്നാമത്തെ ട്രാക്കിലും നാലാമത്തെ ട്രാക്കിലും. എന്നാൽ പ്രായേണ പുതിയ ക്ലബ്ബായ പുന്നമിടക്കാര് മൂന്നാമത്തെ ട്രാക്കിലൂടെ മഹാദേവികാട് കാട്ടിൽ തെക്കേതിലുമായി മത്സരിക്കുമ്പോൾ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കേവലം വർഷങ്ങളുടെ മാത്രം പാരമ്പര്യമുള്ള ഇടത്തുവായിലെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് നടുഭാഗം ചുണ്ടലിൽ മത്സരിക്കുന്നു. വർഷങ്ങളുടെ മാത്രം പാരമ്പര്യം എന്ന് പറയുമ്പോൾ നിരവധി വർഷങ്ങളിൽ പല വള്ളങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഒരു ട്രോഫി കരസ്ഥമാക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പുന്നമിടയ്ക്കും ഇടത്തുവായിക്കും. പക്ഷേ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ കഴിഞ്ഞ വർഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട ജവഹർ ടാങ്കിരിയിൽ വന്ന് മുത്തമിട്ട വേമ്പനാട് ബോട്ട് ക്ലബ്ബ് കാരിച്ചാലിൽ മത്സരിക്കുമ്പോൾ ഗബ്രിയേൽ ബോട്ട് ക്ലബ്ബ് തനിക്കുട്ടൻ വള്ളത്തിൽ മത്സരിക്കുന്നത് UBC കൈനഗരി. 12 പ്രാവശ്യം നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച UBC കൈനഗരി ഒന്നാമത്തെ ട്രാക്കിലൂടെ ഗബ്രിയേലിൽ മത്സരിക്കുമ്പോൾ 13 തവണ നെഹ്റു ട്രോഫി പല ക്ലബ്ബുകൾ തുടങ്ങി കൈക്കലാക്കിയ കാരിച്ചാൽ വള്ളം വേമ്പനാട് ബോട്ട് ക്ലബ്ബ് ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ നാലാമത്തെ ട്രാക്കിലൂടെ കടന്നുവരുന്നു. അങ്ങനെ മഹത്തായ ഈ നെഹ്റു ട്രോഫിയിൽ 4 കളിവള്ളങ്ങൾ ഒരേ രീതിയിൽ പങ്കെടുക്കുന്നു. സമയത്തിന്റെ ദൈർഘ്യത്തിൽ വിജയികളെ പ്രഖ്യാപിച്ച വള്ളംകളിയിൽ ഒരുപക്ഷെ ഈ ഫൈനൽ മത്സരത്തിൽ മാത്രമാണ് ഒരു അല്പമെങ്കിലും ലീഡ് ഒരു വെള്ളം നേടിയിരിക്കുന്നത്. ഇപ്പോൾ നാലാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ അല്പം വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. പട്ടാളക്കാരും അതുപോലെ തന്നെ വിവിധ സ്ഥലക്കാരും തുടരുന്ന കാരിച്ചാൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ അവരെ തുഴഞ്ഞ് മുന്നേറി വരുന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ കാരിച്ചാൽ മഹത്തായ വള്ളം ഒരു 14ാമത്തെ വിജയം സ്വന്തമാക്കുവാൻ വേണ്ടി ഭാഗ്യം സിദ്ധിച്ച വള്ളം കാരിച്ചാൽ ഇതാ കടന്നു വരുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെയും ട്രാക്കിലുള്ള ഗബ്രിയേലും മഹാദേവകാട് കാട്ടിലെത്തക്കയിലും നടുഭാഗവും ഒരേ രീതിയിൽ 2ാം സ്ഥാനത്ത് വേണ്ടി മത്സരിക്കുമ്പോൾ ഒരു വള്ളപ്പാടിന് കാരിച്ചാൽ വ്യക്തമായ ഒരു ലീഡ് ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. 11ാം നമ്പർ വള്ളം കാരിച്ചാൽ ഇതാ വ്യക്തമായ ഒരു ലീഡ് കരസ്ഥമാക്കിയിരിക്കുന്നു. കാരിച്ചാൽ വള്ളം വളരെ ശക്തമായ ഒരു പോരാട്ടത്തിൽ വേമ്പനാട് ബോട്ട് ക്ലബ്ബ് ജെയിംസ് കുട്ടി ജേക്കബിന്റെ നേതൃത്വത്തിൽ അവർ കടന്നു വരുന്നു. ഇപ്പോൾ ഒരു വള്ളപ്പാടിന് കാരിച്ചാൽ മുന്നിൽ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ 2ാമത്തെ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഗബ്രിയേൽ വള്ളം അല്ല, 9ാം നമ്പർ വള്ളം നടുഭാഗം. 2 വള്ളങ്ങളും 2ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ വള്ളപ്പാടുകൾക്ക് മുന്നിലായി കാരിച്ചാൽ ഒരു വള്ളപ്പാടിന് മുന്നിലായി വാശിയേറിയ ഈ നെഹ്റു ട്രോഫിയിൽ 64ാമത് നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടുകൊണ്ട് ഒരു പുതിയ ചരിത്രം കൂടി സൃഷ്ടിച്ച് 14ാമത് പ്രാവശ്യം കാരിച്ചാൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു കാരിച്ചാൽ നടത്തിയത്. തീർച്ചയായും ഒരു വള്ളപ്പാടിന് 2ാം സ്ഥാനത്തേക്ക് ഗബ്രിയേൽ, അതുപോലെ തന്നെ 3ഉം സ്ഥാനങ്ങളിലേക്ക് നടുഭാഗവും മഹാദേവകാട് കാട്ടിൽ തെക്കെങ്കിലും എത്തിയിരിക്കുന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടമായിരുന്നു. സമയത്തെ കീറിമുറിച്ചുകൊണ്ട് കടന്നു വന്ന കരുതാകങ്ങൾ, 4 കരുതാകങ്ങൾ ഗബ്രിയേലും മഹാദേവകാട് കാട്ടിൽ തെക്കേതിലും നടുഭാഗവും കാരിച്ചാലും തമ്മിൽ തൊഴിഞ്ഞപ്പോൾ വളരെ വ്യക്തമായ ഒരു ആധിപത്യത്തിൽ കൂടി സമയത്തിൽ